ഇന്ന് ജൂൺ 26, സുരേഷ് ഗോപി എന്ന് പറയുന്ന മഹാനടൻ്റെ ജന്മദിനം. അപ്പം ഞാൻ കരുതി അദ്ദേഹത്തെ ഞാനിങ്ങനെ പരിചയപ്പെട്ടു എന്നും അദ്ദേഹം എൻ്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാമെന്ന് കരുതി. ഞാൻ സുരേഷ് ഗോപി ചേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് ആദ്യമായിട്ട് സംസാരിക്കുന്നത് 2016 അപ്പം അദ്ദേഹത്തോട് സംസാരിക്കാനുള്ളൊരു സാഹചര്യം എങ്ങനെയാണ് എനിക്ക് എൻ്റെ ലൈഫിൽ വന്ന് പെട്ടതെന്ന് വെച്ചാൽ, ഞാൻ BJPയുടെ നേതാവായ കുമ്മനം രാജശേഖരേട്ടന് ഒരു കണ്ണൻ്റെ ഫോട്ടോ സമ്മാനമായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഒരു കാലം എന്ന് പറയുന്നത് എൻ്റെ നാട്ടുമ്പുറത്ത് 10 പേര് അറിഞ്ഞാലായി, അങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ഞാൻ കുമ്മനം രാജശേഖരേട്ടന് ഫോട്ടോ കൊടുക്കുന്നത്. രാജേട്ടൻ ആ ഒരു ഫോട്ടോ ഗിഫ്റ്റായിട്ട് മേടിച്ചതിന് ശേഷം അദ്ദേഹം ഫേസ്ബുക്കിൻ്റെ അകത്തും ട്വിറ്ററിൻ്റെ അകത്തൊക്കെ എന്നെക്കുറിച്ച് കുറിച്ചു. അതേപോലെ അന്ന് പത്രങ്ങളിലൊക്കെ വന്നു. അന്ന് ആദ്യമായിട്ടാണ് ജസ്ന സലീം എന്ന് പറയുന്നൊരു വ്യക്തിയെ പുറം ലോകം കോഴിക്കോട് ജില്ല വിട്ടിട്ട് ഇങ്ങനെ ഒരാളുണ്ടെന്നും ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കും എന്നുള്ളതും കോഴിക്കോട് ജില്ല വിട്ടിട്ട് പുറം ലോകത്തേക്ക് അറിയപ്പെടാൻ കാരണം നമ്മുടെ കുമ്മനം രാജശേഖരേട്ടനാണ്. അപ്പം രാജശേഖരേട്ടനെ ഈ പറഞ്ഞതുപോലെ ഫേസ്ബുക്കിൻ്റെ അകത്ത് പോസ്റ്റ് ഇട്ട സമയത്ത് അത് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ കാണാനിടയാവുകയും സുരേഷ് ഗോപി ചേട്ടൻ എന്നെ വിളിക്കുകയാട്ടോ ചെയ്തത്. അപ്പം ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ സദാ ഒരു ഫോൺ റിങ് ചെയ്യും പോലെ റിങ് ചെയ്തു. ഞാൻ എടുത്തു. ഹലോ എന്ന് ചോദിച്ചപ്പം ഞാൻ സുരേഷ് ഗോപിയാണെന്ന് പറഞ്ഞപ്പം ഒരു നിമിഷം എൻ്റെ ഹാർട്ടൊന്ന് നിലച്ചു പോയിട്ടോ. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ, നമ്മൾ സ്ക്രീനിൽ എപ്പോഴും കാണുന്ന ഒരാളാ നമുക്ക് പെട്ടെന്ന് നമ്മളോട് സംസാരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കും വേണം ഒരു ഉണ്ണിക്കണ്ണനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും തരുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സുരേഷ് ഗോപി ചേട്ടന് ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയതാണ്. അവിടെ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ടായിരുന്നു സുരേഷ് ഗോപി ചേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതും ഈ ഒരു ഫോട്ടോ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതും. അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു, ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇതേപോലെ തന്നെ സുരേഷ് ഗോപി ചേട്ടൻ വീണ്ടും എന്നെ വിളിച്ചു. പിന്നീട് വരേണ്ട ടൈമും കാര്യങ്ങളൊക്കെ ഷിനു ചേട്ടനായിരുന്നു കേട്ടോ എന്നോട് പറഞ്ഞു തന്നത്. അപ്പോൾ സുരേഷ് ഗോപി ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എവിടെ ഇറങ്ങിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു കുട്ടി വീട്ടിലോട്ട് വരൂ, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഷോക്ക്. കാരണം നാട്ടുമ്പുറത്തൊരു 10 പേര് അറിയാവുന്ന നമ്മൾ ഈ ഒരു സെലിബ്രിറ്റിൻ്റെ വീട്ടിലൊക്കെ പോവുകയും അവിടെ നിന്നൊക്കെ ഒരു ഭക്ഷണം കഴിക്കാനുള്ളൊരു അവസരമൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെയധികം ഭാഗ്യമായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഞങ്ങൾ ഷിനോ ചേട്ടൻ പറഞ്ഞ ആ ഒരു ലൊക്കേഷനിലേക്ക് ഞങ്ങൾ പോയി. വീട്ടിലെത്തി ഇങ്ങോട്ട് ഹാളിലേക്ക് കയറിയ സമയത്ത് ഞാൻ ആകെ കണ്ണ് തള്ളിപ്പോയി ഗൈസ്. ഒന്നായിട്ട് പല ദൈവങ്ങളുടെ വിഗ്രഹങ്ങളും ഫോട്ടോകളും അവരുടെ ഫാമിലി ഫോട്ടോയും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് നമ്മൾ കയറിയത് പോകണം. നമ്മളെന്താ പറയുക, ചൂടായി നിൽക്കുന്ന വെയിലത്ത് നിന്നും AC റൂമിലേക്ക് കയറുന്നൊരു ഫീലില്ലേ, അതേപോലെ നിറയെ വിഗ്രഹങ്ങളാണെങ്കിലും ഫോട്ടോകളാണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ ദൈവത്തിൻ്റെ ഇതും ഉണ്ട് കേട്ടോ അവിടെ. അതേപോലെ തന്നെ മുമ്പിലായിട്ട് ഒരു കസേരയിൽ ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്ത കണ്ണനെയും കൂടി വെച്ചപ്പോൾ ശരിക്കും എനിക്ക് അത്ഭുതമായിട്ട് തോന്നി. നമുക്ക് സ്വയം ഒരു അഭിമാനം തോന്നുന്ന നിമിഷങ്ങളുണ്ടല്ലോ, ആ ഒരു നിമിഷമായിരുന്നു എനിക്കത്. വളരെയധികം എനിക്ക് എന്നോട് തന്നെ ഒരു അഭിമാനം തോന്നി കേട്ടോ. അങ്ങനെ സുരേഷ് ഗോപി ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഫുൾ വെജിറ്റേറിയനാട്ടോ ഞങ്ങൾക്ക് കിട്ടിയ. അതും കൂടി ഞാൻ പറയാം, എന്താ കഴിക്കാൻ കിട്ടിയതും കൂടി ഞാൻ പറഞ്ഞുതരാം. ചോറ്, പച്ചടി, കിച്ചടി, മറ്റേ സാമ്പാർ, അങ്ങനെ പിടിച്ചിട്ട് എല്ലാ കാര്യങ്ങളും. രാധികേച്ചിനോടൊന്ന് സംസാരിക്കാൻ പറ്റി, അമ്മയോട് സംസാരിക്കാൻ പറ്റി. അങ്ങനെ ഭയങ്കര സന്തോഷം. ഇത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഈത്തപ്പഴം തന്നു, പായസം തന്നു. നമ്മൾ എവിടെയോ ഉള്ള ആരോ അന്നുള്ള ഒരു ചിന്താഗതി അവർക്കില്ല കേട്ടോ. നമ്മളൊരു കുടുംബത്തിലൊരു അംഗത്തിനെ പോലെയാട്ടോ നമ്മളെടുത്ത് പെരുമാറുന്നത്. അപ്പം ഞാനും അരുണും മക്കളും കാക്കയും കൂടി ആട്ടോ പോയത്. അപ്പോൾ ഇക്കാക്കയും അരുണും പറയാം, എടാ ഇതെന്തുവാണ് ഇങ്ങനത്തെ ഒരു സാധാരണക്കാരായ ആൾക്കാർ പെരുമാറൂലേ, അതേപോലെ
ഇതെന്തുവാടാ ഇങ്ങനെ ഓല അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക, ഞാനാണേ കണ്ണും തള്ളി നിൽക്കുക. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഫോട്ടോ കൊടുത്തു. അവിടുന്ന് അന്നപ്പം അത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി ചേട്ടൻ അങ്ങനെ സോഫയിലിരിക്കുക കേട്ടോ. അപ്പം എന്നോട് പറഞ്ഞു വാ വന്നിരിക്കുമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, എങ്ങനെയാണ് സമൂഹത്തിൻ്റെ പെരുമാറ്റവും ഫാമിലീൻ്റെ പെരുമാറ്റവും, എത്ര എനിക്ക് ഇതിനൊരു ഫോട്ടോ ഒക്കെ എക്സ്പെൻസ് വരുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു കേട്ടോ. അപ്പം എന്നോട് പറഞ്ഞു ഒരു 10 ഫോട്ടോയുടെ ചിലവിൻ്റെ പൈസ എത്രയാണോ അത് ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഏട്ടാ ഞാൻ പൈസ പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ വന്നത്. അപ്പം എന്നോട് പറഞ്ഞു അത് കുഴപ്പമില്ല കുട്ടി, അതെൻ്റെ വക ഒരു ഗിഫ്റ്റായിട്ടല്ലേ, ഒരു സമ്മാനമായിട്ടല്ലേ, ഒരു ദക്ഷിണയായിട്ട് നീ കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഷിനു ചേട്ടൻ പൈസയൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞാൻ ഗ്ലാസ് പെയിൻറ്റിൻ്റെ മുകളിലായിരുന്നു വരയ്ക്കുക. എനിക്ക് ഒരു ഫോട്ടോക്ക് 1800 രൂപയായിരുന്നു ചിലവ് വരുന്നത്. അങ്ങനെ 18,000 രൂപ എനിക്ക് ഷിനു ചേട്ടൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ സുരേഷ് ഗോപി ചേട്ടനെ കാണുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ 2016 17 കറക്റ്റ് എനിക്ക് അറിയില്ല, 16 17 ആയിട്ട് തന്നെയാണ് കാണുന്നത്. RSSൻ്റെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, നാഷണൽ കൗൺസിൽ മീറ്റ് എന്നോ അങ്ങണ്ട് പറഞ്ഞിട്ട് കോഴിക്കോട് വെച്ചിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്ന സമയത്ത് പിന്നീട് അവിടെ വെച്ചിട്ടാണ് ഞാൻ സുരേഷ് ഗോപി ചേട്ടനെ വീണ്ടും കാണുന്നത്. അവിടേക്ക് പോകാനുള്ളൊരു അവസരം കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതും നമ്മുടെ കുമ്മനം രാജശേഖരേട്ടനാണ് കേട്ടോ അതൊക്കെ റെഡിയാക്കിയത്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, യാഗ ശ്രീകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാപ്ഷൻ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു. വൈവിട്ട കേരളം വൈകാട്ടാം BJP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാപ്ഷൻ അദ്ദേഹമായിരുന്നു ഉണ്ടാക്കിയത്. ഭയങ്കര ആർട്ടിസ്റ്റാണ്, ഭയങ്കരമായിട്ടുള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു ചിത്രകാരനാണ്. അപ്പോൾ ആ ചിത്രകാരൻ്റെ അടുത്ത് പറഞ്ഞു, അവരായിരുന്നു എനിക്ക് അവിടെ സ്റ്റാളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നത്. അങ്ങനെ ഇരിക്കെ 2 ദിവസത്തെ 3 ദിവസത്തെ അങ്ങനെ, എനിക്ക് കറക്റ്റ് എത്ര ദിവസത്തെ ആണെന്ന് എനിക്കറിയില്ല, അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ എനിമികളൊക്കെ വന്നിട്ട് അന്ന് എൻ്റെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഏറ്റവും വലിയ രസം. അങ്ങനെ ഇരിക്കെ അന്നത്തെ പത്രങ്ങളിലൊക്കെ വന്നു, ജസ്ന സലീം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കണ്ണൻ്റെ ഫോട്ടോ സമ്മാനമായിട്ട് നൽകുന്നതെന്ന് പറഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാ പത്രങ്ങളിലും വന്ന്. അപ്പോൾ പ്രധാനമന്ത്രി വരുന്നെന്ന് നമുക്ക് അതിനേക്കാട്ടും വലിയ പരിഗണന, കാരണം PM നമ്മളുടെ സ്റ്റാളിലേക്ക് വരികയാണല്ലോ. അപ്പം 4-5 പ്രാവശ്യം ചെക്ക് ചെയ്യുക, നമ്മളെ ചെക്ക് ചെയ്യുക, അങ്ങനെ ഭയങ്കരമായിട്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ തള്ളി നിൽക്കുക, കണ്ണ് തള്ളി നിൽക്കുക. നമ്മൾ ഒരു നിമിഷങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ ഒരു VIP പരിഗണന കിട്ടുമ്പം സ്വാഭാവികമായിട്ടും സാധാരണക്കാരായ ആൾക്കാർ പതറിപ്പോവും. അവർക്ക് ഞാനിങ്ങനെ ചിന്തിക്കുക, അയ്യോ ഇതെന്തുവാ സംഭവം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. പക്ഷെ ആ സന്തോഷം അവിടെ കിടന്ന് അങ്ങ് ഈ ചില പടകത്തിന് നമ്മൾ തീ കൊളുത്തിയാലുണ്ടാവൂലേ, തീ കത്തിക്കുമ്പം ഭയങ്കരമായിട്ട് അങ്ങ് കത്തിപ്പോവും. പക്ഷേ ഈ പടകത്തിൻ്റെ മരുന്നിൻ്റെ അടുത്തെത്തുമ്പോഴേക്ക് ചീത്തിപ്പോണത് അതേപോലെ ആയിരുന്നു എൻ്റെ അവസ്ഥ. എല്ലാം റെഡിയായി, അവർ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു, ഫോട്ടോയൊക്കെ ചെക്ക് ചെയ്തു. ഞാൻ നിൽക്കുന്ന സ്ഥലങ്ങളൊരു 4-5 പ്രാവശ്യമെങ്കിലും മറ്റേ ഈ ഡോഗ് വന്നിട്ട് ചെക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഒറ്റ നിമിഷം കൊണ്ട് കേൾക്കുന്നത്, PM-ന് ടൈമില്ല, അത് മേടിക്കാൻ പറ്റില്ല, നിങ്ങൾ കൊറിയർ അയച്ചോളൂ അല്ലെങ്കിൽ അങ്ങോട്ട് അയച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വന്ന് പറയുന്നത്. ആകെ പോയി. വിഷമം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം നാട്ടിലേക്ക് വരേണ്ടതല്ലേ. ഈ ഓൾമോസ്റ്റ് എല്ലാ പത്രങ്ങളിലും, മലയാള മനോരമ, മാതൃഭൂമി, അങ്ങനെ പിടിച്ച് ഏതൊക്കെ ഭാഷകളിലുണ്ടോ എല്ലാ ഭാഷകളിലും വന്നൊരു ഇതാണ്, ജസ്ന സലീം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കണ്ണൻ്റെ ഫോട്ടോ സമ്മാനമായിട്ട് നൽകുന്നു. പോയില്ലേ. പിന്നെ നാട്ടിൽ കാലുകുത്താൻ പറ്റാത്തൊരവസ്ഥ. നമ്മളെ എന്താ പറയുക, കളിയാക്കുന്ന ആൾക്കാർക്ക് നമ്മളായിട്ടൊരു അവസരം ഇട്ട് കൊടുത്തതുപോലെ. ദേ വരുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെ മീറ്റ് ചെയ്ത ആൾ എന്ത് പറഞ്ഞു? പ്രധാനമന്ത്രി എങ്ങനെയുണ്ട്? പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ നീ എന്തായിരുന്നു ആദ്യം ചോദിച്ചത്? ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യനുകളും കളിയാക്കലുകളും. എന്താ ചെയ്യല്ലേ. വീണ്ടും വിളിച്ചു ഞാൻ സുരേഷ് ഗോപി ചേട്ടനാ. ചേട്ടാ, എനിക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, എന്നെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട്, എനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുക്കണം എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ജസ്റ്റ് ഞാൻ ശരിയാക്കി തരാത്തതെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് ആ ഒരു പ്രതീക്ഷയായി. അങ്ങനെ പിന്നെ ഞാൻ പതിയെ നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളത് ഫോളോ ചെയ്യണമല്ലോ. ഞാനത് ഫോളോ ചെയ്യാനും അന്ന് വിളിച്ചു,
അവിടെ അവസാനിപ്പിച്ചു. പിന്നീട് ഞാൻ എപ്പോഴോ എന്തെങ്കിലും എന്ന് വെച്ചാൽ ചുമ്മാ നമ്മളൊരു കാഷ്വൽ ടോക്ക് എന്നുള്ള രീതിയിൽ എപ്പോഴെങ്കിലുമൊക്കെ വിളിച്ചാലായി, അങ്ങനെയായി. അങ്ങനെ 2022 തോന്നുന്നു, നമ്മുടെ കൊറോണയൊക്കെ ഏകദേശം ഒന്ന് കെട്ടടങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങനെ എന്നെ വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞു, ഞാൻ വയനാട്ടിൽ വരുന്നുണ്ട്, എന്നൂരുണ്ടല്ലോ, എന്നൂരിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ വരുന്നുണ്ട്, എനിക്കൊരു ഫോട്ടോയും കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ഞാൻ കണ്ടെത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നൂർ അവിടെ പോയിട്ട് ഞാൻ ഏട്ടന് ഫോട്ടോ കൊടുത്തു. അങ്ങനെ അന്നും ഞാൻ പറഞ്ഞു, ഏട്ടാ നമ്മളിൽ മറന്നുപോയൊരു സംഭവമുണ്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുക്കുക എന്നുള്ളത്. അപ്പം എന്നോട് പറഞ്ഞു, ജസ്റ്റിന് ഇതെന്താ ഫോളോ ചെയ്യാത്ത, ജസ്റ്റിന് എന്താ എന്നെ ഓർമ്മിപ്പിക്കാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല ഏട്ടാ, നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു നമുക്ക് ട്രൈ ചെയ്യാം, ട്രൈ ചെയ്താലല്ലേ നമുക്ക് നടക്കുമല്ലയോ എന്ന് അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് MP ആയിട്ട് അവിടുന്ന് റിസൈൻ ചെയ്യാമെന്നോ സ്ഥാനം ഒഴിയുന്നതിൻ്റെയൊക്കെ മുമ്പായിട്ട് സുചിത്രേച്ചി എന്നെ വിളിച്ചു. സുചിത്രേച്ചി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പെട്ടെന്ന് സുചിത്രേച്ചി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അന്ന് ആരോടായിരുന്നു, എൻ്റെ ഭർത്താവിനോടൊന്നു എന്തോ ഒരു കശപിശ ഉണ്ടാക്കി. ഞാൻ ഫോണ് ഇതേ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ എനിക്കൊരു അൺനോൺ നമ്പർ വന്നപ്പോൾ ഞാൻ എടുത്തില്ല. വീണ്ടും വിളിച്ചു, ഞാൻ ഓഫാക്കി. വീണ്ടും വിളിച്ചു, ഞാൻ ഫോൺ സ്വിച്ച് ഓഫാക്കി. എനിക്ക് ഭർത്താവിനോടുള്ള ആ ഒരു കശപിശക്കിൻ്റെ ദേഷ്യം ഉണ്ടല്ലോ, അതിങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഒക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ആറി തണുത്ത സമയത്ത് ഞാൻ ഫോൺ ഓണാക്കിയപ്പം, നമസ്കാരം ജസ്റ്റ്, ഞാൻ സുചിത്രയാണ്, സുരേഷ് ഗോപി ചേട്ടൻ്റെ PA, എത്രയും പെട്ടെന്ന് ആധാർ കാർഡ് ഒന്ന് അയക്കണം എന്ന് പറഞ്ഞിട്ട്. ടീം തിരക്കെടുത്തോ. ഞാൻ തിരിച്ചു വിളിച്ചു, എനിക്ക് കുറേ ചീത്ത കേട്ട്. ജസ്റ്റ് ഞാൻ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് കാര്യമല്ല, അതിന് വേണ്ടിയിട്ട് പ്രേരണ വേണം, എന്തെന്ന് പറയല്ലേ, അത് വേണം, അല്ലാതെ ഒരു കാര്യവും നടക്കില്ല എന്ന് പറഞ്ഞു. കുറേ എന്നെ ചീത്ത പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടാതെ മൗനമായിട്ട് കേട്ട് നിന്നു, കാരണം തെറ്റെൻ്റെ ഭാഗത്താണ്. അപ്പോൾ എനിക്ക് തോന്നി ഇനി ഇത് നടക്കത്തില്ല, ഞാൻ വിട്ടു. കാരണം നാട്ടുകാരൊക്കെ ഏകദേശമൊക്കെ വിട്ട് കഴിഞ്ഞതാണ്, എല്ലാവരും വിട്ട് കഴിഞ്ഞതാണ്, ഞാനും അത് വിട്ടു. പക്ഷേ പിന്നീടാണ് നമ്മുടെ തൃശ്ശൂർ സുരേഷ് ഗോപി ഒരു വനിതാ സമ്മേളനം എന്തോന്നും ഉണ്ടായിട്ട് വരുന്നു എന്ന് കേട്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, അല്ല ജെസ്സിയെ, നമ്മളൊന്നിൻ്റെ പുറകെ പോയാലല്ലേ അത് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നറിയാം, വീട്ടിൽ കുത്തിരിഞ്ഞാൽ ഒന്നും നടക്കൂല, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിനക്ക് പറ്റിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ ഞാൻ വീണ്ടും ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ സുരേഷ് ഗോപി ചേട്ടനെ കോണ്ടാക്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മുടെ MT രമേശ് ചേട്ടനെ കോണ്ടാക്ട് ചെയ്തു. രമേശ് ചേട്ടൻ എൻ്റെ നാട്ടുകാരനാണ്, എന്താ പറയുക, എൻ്റെ നല്ലൊരു സുഹൃത്തുമാണ് രമേശ് ചേട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ രമേശ് ചേട്ടനെ വിളിച്ചപ്പം, അയ്യോ എൻ്റെ ജസ്ന, ആദ്യത്തെ ലിസ്റ്റ് ഞങ്ങൾ കൊടുത്തല്ല കുഞ്ഞേ, നിനക്കൊരിത്തിരി 2 ദിവസം മുമ്പ് വിളിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, രമേശ് ചേട്ടാ ഞാൻ ജസ്റ്റ് വിട്ട കേസാണ്, പിന്നെ എനിക്ക് ഒരാഗ്രഹം തോന്നി, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ നിൻ്റെ ഡീറ്റെയിലൊക്കെ ഒന്ന് അയക്കി, നമുക്ക് സെക്കൻഡ് ലിസ്റ്റ് കൊടുക്കാനുണ്ട്, സെക്കൻഡ് ലിസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, ഈ തൃശ്ശൂർ ഇത് ഫംഗ്ഷൻ നടക്കുന്നതിൻ്റെ തലേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സെക്കൻഡ് ലിസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല, ചിലപ്പോൾ രാത്രി 2 മണിയൊക്കെ ആയിരിക്കും കിട്ടാൻ, നീ ഏതായാലും കൊറോണ ടെസ്റ്റൊക്കെ എടുത്ത് ഒക്കെ റെഡിയായിട്ട് നിന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ട് ഞാൻ കൊറോണ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു, റെഡിയായിട്ട് നിന്നു. ഒരു 1:30-2 മണിയായപ്പം എനിക്കൊരു മെസ്സേജ് വന്നു, സോറി ജസ്റ്റ് ഞാൻ ലിസ്റ്റിലില്ല എന്ന് പറഞ്ഞു. അവിടെയും പതറി ഞാൻ, കാരണം എൻ്റെ ഒരു സ്വപ്നം ഇങ്ങനെ മനസ്സ് കൊണ്ടുണ്ടിടുന്ന് അതിങ്ങനെ നടക്കാതെ പോകുന്നൊരു സാഹചര്യമാണല്ലോ വരുന്നത്. അങ്ങനെ ഇരിക്കെ ഞാൻ നേരെ സുരേഷ് ഗോപി ചേട്ടനെ വിളിച്ചു. ചേട്ടാ എനിക്കിങ്ങനെ ഫോട്ടോ കൊടുക്കണ്ടീനൊന്ന്. എന്നോട് ചോദിച്ചു, ജസ്റ്റ് നീ എവിടെയായിരുന്നു ലിസ്റ്റ് കൊടുക്കുന്ന സമയത്ത്, എന്തുകൊണ്ട് നീ എന്നെ കോണ്ടാക്ട് ചെയ്തില്ല എന്ന് ചോദിച്ചു. അതിനെനിക്ക് ഉത്തരമൊന്നുമില്ല, ഞാൻ മൗനമായിട്ട് നിന്നു. അപ്പം ഞാൻ ഒരൊറ്റ കരച്ചിൽ, ഞാൻ കരഞ്ഞുപോയി. കാരണം എന്ന് വെച്ചാൽ എനിക്ക്
എല്ലാം എൻ്റെ കയ്യെത്തും ദൂരത്ത് വന്നിട്ട് നഷ്ടപ്പെട്ടു പോവുക. ആദ്യം എനിക്കെല്ലാം റെഡിയായി, അത് നഷ്ടപ്പെട്ടു പോയി. രണ്ടാമത് സുചിത്രേച്ചിൻ്റെ ആ ഒരു ഫോൺ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡൽഹിയിൽ പോയിട്ട് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുക ആ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയത് നന്നാക്കി. കാരണം കൊറോണേൻ്റെ സമയത്ത് മാസ്ക് ഒക്കെ ഇട്ട് നമുക്ക് ഫോട്ടോ മര്യാദയ്ക്ക് കിട്ടൂലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ലിസ്റ്റ് കൊടുക്കാൻ മൂന്നാമത് ലേറ്റായി. അങ്ങനെയൊരു സംഭവം. ഞാൻ പെട്ടെന്ന് കരഞ്ഞു. ഇങ്ങോട്ട് ജസ്റ്റ് ഇതെന്തിനാ ഇങ്ങനെയൊക്കെ, ഇതൊക്കെ നിസ്സാര ഒരു സംഭവമാണ്, ഇനി ടെൻഷനാവല്ല എന്ന് പറഞ്ഞാൽ എന്നെ സമാധാനിപ്പിച്ചു. നിസ്സാര സംഭവമാണ് ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിനെ കാണുന്നത്. ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടിട്ട് കാണാൻ പറ്റാത്തത് ഏട്ടന് നമ്മളെ സമാധാനിപ്പിച്ചതാണെന്ന് എനിക്കറിയാം. അപ്പം എന്നോട് പറഞ്ഞു, ജസ്റ്റ് ഞാനൊരു കാര്യം പറയാം, നീ ആരെടുത്ത് ഇത് പറയരുത്, നിൻ്റെ മനസ്സിൽ വെച്ചാൽ മതി. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മകളുടെ വിവാഹം വരുന്നുണ്ട്, അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി വരും, നമുക്ക് അവിടെ വെച്ച് കൊടുക്കാൻ. ഞാൻ എന്താ കരുതിയെന്നറിയോ, ആ കരഞ്ഞ എന്നെ സമാധാനിപ്പിച്ചതാണ് എന്ന് മാത്രമേ ഞാൻ അതിനെ കണക്കാക്കിയിട്ടുള്ളൂ. ഞാനത് ഉൾക്കൊള്ളാൻ പോയില്ല. അപ്പോൾ ഞാനും അരുണും എൻ്റെ ഒരു സുഹൃത്തുണ്ട് മണിയേട്ടനും, ഞങ്ങൾ 3 പേരും കൂടിയാണ് പോയത്. അപ്പം ഞാൻ അരുണിനോട് പറഞ്ഞു, അരുണേ ഇനി ഈ ഫോട്ടോ പൊക്കി പിടിക്കും, അദ്ദേഹം കണ്ടാൽ തീർച്ചയായിട്ടും അദ്ദേഹം മേടിക്കാതെ പോവില്ല. എനിക്ക് അത്രമേൽ കോൺഫിഡൻ്റ് ആയിരുന്നത്. അപ്പോൾ അരുൺ പറഞ്ഞു, വേണ്ട, നിനക്കൊരു നിലയും വിലയുണ്ട്, നീ അങ്ങനെ പോവല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പറ്റില്ല, എനിക്കത് കൊടുത്തേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വാശിക്ക് ഓക്കെ എന്ന് പറഞ്ഞു. ഞങ്ങളൊരു സ്ഥലം നോക്കി വെച്ചു. ഉള്ളിലേക്ക് പോകാൻ പറ്റുമായിരുന്നു കേട്ടോ, എനിക്ക് VIP പാസ്സൊക്കെ കിട്ടി. പക്ഷെ നമുക്കൊരു പേഴ്സ് പോലും കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു കുപ്പി വെള്ളം പോലും കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് അവരൊക്കെ തലേ ദിവസം ഞാൻ RSSൻ്റെ ഓഫീസിൽ പോയ സമയത്ത് എൻ്റെ പേർക്ക് ഒരു കംപ്ലൈൻറ്റ് കൊടുത്ത ഒരു അഡ്വക്കേറ്റ് ഹരി ഉണ്ടല്ലോ, അദ്ദേഹമായിരുന്നു എനിക്ക് VIP പാസ്സൊക്കെ ശരിയാക്കി തന്നത്. അങ്ങനെ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുറത്തിങ്ങനെ കയറ് വലിച്ചു കെട്ടി നിൽക്കുക. അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് ഞാൻ പൊക്കി കാണിക്കും അദ്ദേഹം പോകുന്ന സമയത്ത്, അത് കണ്ടാൽ തീർച്ചയായിട്ടും അത് മേടിക്കുന്ന പറഞ്ഞു. ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ നിൽക്കുമ്പോൾ 4 പേരേ ഉള്ളായിരുന്നു. അത് പിന്നെ 10 ആയി, 20 ആയി, 200 ആയി, അതുക്കും മേലായി തുടങ്ങി. എനിക്ക് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അതിൻ്റെ കൂട്ടത്തിൽ എല്ലാവരും ജസ്നി അല്ലേ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ച് വരിക. അപ്പം എനിക്കിങ്ങനെ ടെൻഷനാകുമ്പോൾ എനിക്ക് വേഗം സങ്കടം വരും. അപ്പോൾ അരുണ് പറഞ്ഞ്, വാ പോവുക. സുരേഷ് ഗോപി ചേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, അതുമ്മൽ നമ്മൾ നോക്കുക, ഇവനത് നടന്നാലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഓക്കെ, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ, നമ്മൾ തിരിച്ചു പോകാൻ പറഞ്ഞ് ഞാനിങ്ങനെ കരയാം. ഞാൻ 2 ഫോട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുത്തതിന് ശേഷം വേറെ കൊണ്ടുപോയ ഫോട്ടോ ഞാൻ ഗുരുവായൂർ കണ്ണന് കൊടുത്തതിന് ശേഷം ഞാൻ വീട്ടിലോട്ട് മടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, എന്താക്കുന്നു, ഗുരുവായൂർ പോകുന്നോ ഇല്ലയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ആഗ്രഹം മൂപ്പര് സാധിപ്പിച്ച് തന്നിട്ടില്ലെങ്കിലും ഞാൻ ആ നടയിലൊന്ന് പോയിട്ടേ തിരിച്ചു പോരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നടയിൽ പോയി ആ ഫോട്ടോ സമർപ്പിച്ചു, ഞാൻ തിരിച്ച് പോന്നു. അങ്ങനെ പിന്നീട് സുരേഷ് ഗോപി ചേട്ടനെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞു, കൊടുക്കാം, അദ്ദേഹം കല്യാണത്തിന് വരാനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോഴേക്കും കൊടുക്കാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പ്രതീക്ഷയില്ല. അങ്ങനെയാണ് എനിക്ക് ബോംബെയിലൊരു പ്രോഗ്രാം വരുന്നത്. അപ്പോൾ ബോംബെയിൽ പ്രോഗ്രാം വരുന്ന സമയം ഞങ്ങൾ ബോംബെയിലേക്ക് പോയി. ട്രെയിനിലാണ് പോയത്. ബോംബെയിൽ പോയിട്ട് പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്ത് വെറുതെ അവിടെ ഓരോരോ സാധനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കാൻ പോകുന്ന സമയത്ത് സുരേഷ് ഗോപി ചേട്ടൻ്റെ കോള് വന്നപ്പം എന്നോട് പറഞ്ഞു, ജസ്യ നീ ഏതാണോ ഫോട്ടോ കൊടുക്കാൻ തീരുമാനിച്ചത് അതിൻ്റെ റെഡി അളവ്, ഒരനക്കം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകരുത്, വെയിറ്റ്, ഫോട്ടോ, ആ തരുന്ന സാധനം ഒരു തരി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ആവരുത് എന്ന് പറഞ്ഞു. പടച്ചോനും ഞാനെന്താ ഇപ്പോൾ ചെയ്യും, ഞാൻ കിടക്കുന്നത് ബോംബെയിൽ, ഫോട്ടോ കിടക്കുന്നത് നാട്ടിൽ, ഇതൊന്നും നടക്കൂല, ഞാൻ ഉറപ്പിച്ച്. അപ്പം എൻ്റെ വീടിന് 2 ചാവിയുണ്ട്, ഒന്ന് അരുണിൻ്റെ കയ്യിലും ഒന്ന് എൻ്റെ കയ്യിലും ഉണ്ടാവുക. അപ്പോൾ അരുണ് പറഞ്ഞു, 2 ചാവിയും നമ്മുടെ കയ്യിലാണല്ലോ, എന്താ ഇപ്പം ചെയ്യുക, തിരിച്ച് ഓടിയെത്താവുന്ന ദൂരമല്ല ഞങ്ങളുള്ളത്, ബോംബെയിലാണുള്ളത്, എന്താ ചെയ്യുക, സുരേഷ് ഗോപി ചേട്ടൻ 3/4 മണിക്കൂർ കൊണ്ട് അയച്ചു കൊടുക്കുകയും വേണം. ഞാൻ വെറുതെ ഒന്ന് എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എൻ്റെ വാപ്പാനോട്, നിങ്ങൾ മോനും ഒന്ന് പോയി നോക്ക്, ഒരു ചാവി അവൻ വീട്ടിൽ വെക്കാറുണ്ട്,
അതഥവാ അവിടെ ഉണ്ടെങ്കിലോ, ഇല്ല നിങ്ങൾ വാതിൽ കുത്തിപ്പൊട്ടിക്കെങ്കിലും ചെയ്തു, നമുക്ക് വാതിൽ വേറെ വെച്ചുകൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വാപ്പയും മോനൂടിയും ഓട്ടോ എടുത്ത് വന്ന് നോക്കുന്ന സമയത്ത് ചാവി ഇവിടെ ഉണ്ടായിരുന്നു. ഒരു സമാധാനം. പിന്നെ ഇതിൻ്റെ അളവും കറക്റ്റായിരിക്കണം, വെയിറ്റും കറക്റ്റായിരിക്കണം, ഒക്കെ കറക്റ്റായിരിക്കണം. അപ്പം എന്ത് ചെയ്യുന്നു, ഞാൻ പറഞ്ഞ മോനെ അക്കുടയിട്ട് കൊണ്ടുപോടും. അവിടെ ഒരു തേങ്ങ പീടിയുണ്ട്, തേങ്ങയാണ്ട് കേക്ക് എടുക്കുന്ന പീടിയ. അവിടെ നിന്ന് കറക്റ്റ് വെയിറ്റ് നോക്കുക. അതേപോലെ തന്നെ ആശാരിപ്പീടിയ കുറച്ച് ഇപ്പുറത്തേക്കുണ്ട്, അവിടെ പോയിട്ട് നീ കറക്റ്റ് വെയിറ്റും നോക്കിയിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് എനിക്ക് അയച്ചു കൊണ്ടാന്ന് പറഞ്ഞു. ഒരമണിക്കൂർ കൊണ്ട് അവരത് അയച്ചു തന്നു. ഞാൻ സുരേഷ് ഗോപി ചേട്ടൻ അയച്ചു കൊടുത്തു. അങ്ങനെ അന്ന് രാത്രി എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു ജസ്റ്റ് ഞാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഭയങ്കര ഇങ്ങനെ സന്തോഷമായി. ഇനി കുറച്ച് ദിവസങ്ങളിലൂടെ ഉള്ളൂ. ഒരു വല്ലാത്തൊരാകാംക്ഷ. അപ്പോൾ ഏട്ടൻ വിളിച്ച് വെച്ചിങ്ങോട്ട് കയ്യേയും ഒരു പത്രക്കാരനെ വിളിച്ചു. ജസ്റ്റ് ഞാൻ സുരേഷ് ഗോപി ചേട്ടൻ്റെ മോളുടെ വിവാഹത്തിൻ്റെ അന്ന് പ്രധാനമന്ത്രി വരുന്നു എന്ന് കേട്ടു. അതിൽ 1-2 ആൾക്കാർക്ക് മീറ്റ് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്, അതിൽ ജസ്ന ഉണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് ആരോടും പറയരുതെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ചേട്ടാ, ഞാൻ കുറച്ച് തിരക്കില്ല, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. നേരെ ഞാൻ സുരേഷ് ഗോപി ചേട്ടനെ വിളിച്ചു. ചേട്ടാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു ജസ്റ്റ് ആരും അറിയണ്ട, കൊടുത്ത് കയ്യോളും ഒരു മനുഷ്യൻ പോലും അറിയണ്ട, അവിടെ നിന്നോട്ടെ. അപ്പം ഞാൻ ചോദിച്ചു അവരൊക്കെ ഞാൻ കള്ളം പറയും എന്ന് കള്ളത്തരം പറഞ്ഞു എന്നായില്ലേ? എന്നോട് പറഞ്ഞു വേണ്ട, നീ അത് നോക്കണ്ട, നീ നിൻ്റെ കാര്യം നോക്കുക, നിൻ്റെ നിലനിൽപ്പ് നോക്കുക, മറ്റൊരാൾ എന്ത് പറയുന്നു എന്നുള്ളത് നോക്കിയിട്ട് നീ ജീവിക്കണ്ട എന്ന് പറഞ്ഞു. ഓക്കെ. അങ്ങനെ എന്നെ കുറേ ഒരു അരമണിക്കൂറോളം എന്നോട് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ അന്ന സമയത്ത്. ഇങ്ങനെ ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും നിസ്സാര കാര്യം കേട്ടോ, ഇങ്ങനെയൊന്നുമല്ല, ബോൾഡായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുക നിസ്സാര കാര്യം മതി ഞാൻ ഡൗൺ ആവാൻ. അങ്ങനെ ഇരിക്കെ അത് കഴിഞ്ഞു. ഈ വിവാഹ ദിവസത്തിൻ്റെ 2 ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് ഗുരുവായൂർ വന്നിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു. അമ്പലത്തിൻ്റെ അടുത്തായിരിക്കണം ഹോട്ടൽ, 2 ദിവസങ്ങൾക്ക് മുമ്പ് നീ അവിടെ ഉണ്ടായിരിക്കണം, എന്ത് കാര്യം ഉണ്ടെങ്കിലും എനി ടൈം അലേർട്ടായിട്ട് നിൽക്കണം എന്നും പറഞ്ഞു. അപ്പം ഗുരുവായൂർ പോയി. അപ്പം നോക്കുമ്പോൾ എല്ലാ റൂമും ബുക്കിങ്. അങ്ങനെ ഗൂഗിളത്തിൽ പോയിട്ട് ഞാൻ മാനേജറെ കണ്ട്, എനിക്ക് വേറെ ഓപ്ഷനില്ല കാര്യം പറയാതെ അല്ലാതെ. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിനെ കാണാൻ വന്നതാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ബോംബെയിൽ നിന്ന് വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഒരു ലെറ്റർ, ഒരു പരാതി എഴുതണം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വെച്ചിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അതും ചെയ്യണം. അപ്പം ഞാനവിടെ പോയി അവരോട് കാല് പിടിച്ചെന്ന് തന്നെ പറയാം. അയ്യൊക്കെ ഞാൻ ഗോപാലേട്ടനെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഞാനിങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുക്കാൻ വന്നതാണ്, എനിക്കവിടെ ഇവിടെ അടുത്ത് തന്നെ റൂം കിട്ടണമെന്ന്. അങ്ങനെ പിന്നെ ഏട്ടൻ വിളിച്ച് സംസാരിച്ച് എനിക്ക് അവിടെ തന്നെ റൂം കിട്ടുകയും ചെയ്തു. പ്രധാനമന്ത്രി ദേവസ്വത്തിൻ്റെ അവിടെ ആയിരുന്നല്ലോ. അങ്ങനെ എനിക്ക് ഇവരെ നമ്മുടെ എന്താ ബിജു ചേട്ടൻ എന്നാന്ന് തോന്നുന്നു പേര്, ബിജു ചേട്ടനെ അങ്ങനെ പിടിച്ചിട്ടുള്ള ആൾക്കാരെയൊക്കെ അങ്ങനെ കാണാനും പേപ്പർ നമ്മുടെ 4-5 ഫോട്ടോസ് വേണം. മെനക്കെട് എന്ന് പറയുന്നത് പലരുടെയും വിചാരം എന്താ വെച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിനൊപ്പം സുരേഷ് ഗോപി പറയുക എനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിനെ ജസ്റ്റിനൊക്കെ കാണണം, നിങ്ങളൊന്ന് സമ്മതി. അങ്ങനെയൊന്നല്ല കിട്ടുക. എന്തോരം പേപ്പർ വർക്ക് ശരിയാക്കണം എന്നറിയോ. നമ്മളെക്കുറിച്ച് A to Z നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലുള്ള സ്റ്റേഷനിൽ വിളിച്ചിട്ട് എന്തെങ്കിലും നമുക്കൊരു ബാഡ് ഇമേജ് ഉണ്ടോയെന്നോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കേസിൽ പ്രതികളാണെന്നോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഇവർ ഇങ്ങനെ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇവൻ ആ കൊടുക്കുന്നതിൻ്റെ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് കുറച്ച് മുമ്പ് വരെ അന്വേഷിച്ചിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പം അത്രമേൽ ഇപ്പം ചിലർ ചോദിക്കും അതൊക്കെ എന്തിനാ സുരേഷ് ഗോപി ഒരാൾ പറയുന്നതല്ലേ, അത് ചുമ്മാതെ. അപ്പം നമ്മളിപ്പം നോർമലി ഇപ്പം ഞാനിങ്ങനെ ഇപ്പം നിൽക്കുകയെന്ന് വെച്ചാൽ ഞാൻ അഥവാ അദ്ദേഹത്തിനെ പോയി കടിച്ചാൽ ആരെന്താ ചെയ്യുക, പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ മെൻ്റലി ഫിസിക്കലി ഒക്കെ നമ്മൾ ഓക്കെ ആണ്, ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു കേസില്ല, ഒരു വേറൊരു ബാഡ് ഇമേജ് ഇല്ല, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ അന്വേഷിക്കണം. അപ്പം എത്ര പേപ്പർ വർക്കാണ് മക്കളെ ശരിയാക്കാനുള്ളത്. അങ്ങനെ എനിക്ക് ആ പേരക്ക സുരേഷ് ഗോപി ചേട്ടനും പ്രധാനമന്ത്രിയുടെ കയ്യിലേക്ക് എത്തിക്കാൻ അങ്ങോട്ട് പേരക്ക തൈ കൊടുത്തില്ല. ഞാൻ ആ കൊച്ച് ഒരു കുരുവിക്കൊക്കെ കൂട് മൺകുടം കൊടുത്ത വെള്ളം കുടിക്കാൻ മൺകുടം കൊടുത്ത ഒരു ചേട്ടന് ഞങ്ങൾ 3 പേർക്കാട്ടോ കിട്ടിയ. അപ്പം
ഞങ്ങൾ 3 പേര് ഈ പേപ്പർ വർക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഗുരുവായൂർ 2 ദിവസം മുമ്പ് ഞാൻ വന്ന് താമസിച്ചിരുന്നു. ഗുരുവായൂർ ഒരുവിധ ആൾക്കാരൊക്കെ എനിക്ക് എഗെയിൻസ്റ്റ് ആവാനുള്ള കാരണവും കൂടി ഇതിൽ ഞാൻ പറയാം. 2 ദിവസം ഫസ്റ്റിലൊക്കെ എന്നെ അവർ കാണുമ്പോൾ ജസ്റ്റ് ഞാൻ നല്ല സന്തോഷത്തോടൊക്കെയായിരുന്നു സംസാരിച്ചത്. പിറ്റേ ദിവസവും ഞാൻ അവിടെ തന്നെ. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല ഏട്ടാ, ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ 2-3 ദിവസമൊക്കെ വന്ന് താമസിക്കുന്നത്. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഇവരെല്ലാവരും അവിടെ ഇങ്ങനെ അലങ്കരിക്കുകയൊക്കെ ചെയ്തപ്പം ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചിരിക്കൽ തുടങ്ങി. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം, നമുക്ക് പോകണ്ടേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു തമാശ ടോക്കിൽ എന്നോടും ചോദിച്ചു, ജസ്റ്റ് നിന്നെ വിളിച്ചില്ലേ എന്ന് ചോദിച്ചു. എന്നോട് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എന്നെ വിളിച്ചില്ല ഏട്ടാ, ഞാനൊരു പാവം എന്ന് പറഞ്ഞു. എനിക്കതേ പറയാനോ ഓപ്ഷനുള്ളൂ. കാരണം ഈ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ റെഡി ആയാലേ നമുക്ക് ചോട്ടാ മുംബൈയിൽ പറയുന്നില്ലേ, കിട്ടി എന്ന് പറയണമെന്നുണ്ടേ നമ്മുടെ കയ്യിലെത്തണത്. അങ്ങനെ ഞങ്ങൾ ഉറക്കം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക ഈ പേപ്പർ വർക്ക് ശരിയാവാൻ വേണ്ടിയിട്ട്. അതിൽ നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് അവർ ഒട്ടിച്ച് പല ഇതിൽ പല രീതിയിൽ പേപ്പറുകൾ എല്ലാം കൂടി കയ്യിൽ കിട്ടുമ്പം ഒടുക്കമത്തെ കൊതുക് കടിയും. 3:30 മണിയാക്കി കയ്യിൽ കിട്ടുമ്പോൾ പുലർച്ചെ 6 മണിയാകുമ്പോഴേക്കും എനിക്കവിടെ റിപ്പോർട്ട് ചെയ്യാനും പറഞ്ഞു. ഉറങ്ങാൻ സമയമില്ല. ഓക്കെ, ഉറങ്ങിയില്ലെങ്കിലും എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയി. അപ്പോൾ എനിക്ക് മൈഗ്രെയിൻ ഉള്ളതാണ്. എല്ലാവരും പറഞ്ഞു, ഒന്ന് കണ്ണടച്ച് കിടന്നു, ഇല്ലെങ്കിൽ നീ രാവിലെ ഛർദ്ദിക്കുക, അത് നിനക്ക് വിഷയമായിട്ട് വരും എന്ന് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് കിടന്നു. പിന്നെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പം ഒരാൾ പറയുന്നത് ഇവിടെയല്ല, വേറൊരാൾ പറയുന്നത് അവിടെയാണ്, വേറൊരാൾ പറയുന്നത് കൊടുക്കാൻ പറ്റില്ല, മറ്റേ ആൾ പറയുന്നത് കൊടുക്കാൻ പറ്റും. എൻ്റെ പടച്ചു, ഞാനൊരു നിമിഷങ്ങൾ കൊണ്ട് ഇങ്ങനെ ഉരുകി ഞാൻ വിചാരിച്ചു ഞാൻ ചത്തുപോയിന്ന്. കാരണം ഫോട്ടോയും കൊണ്ട് പോകുമ്പം അവർ ചെക്ക് ചെയ്യുമ്പം ഇത് ഞങ്ങളെ ലിസ്റ്റിൽ ഇതില്ല, ഫോട്ടോ ഇല്ല എന്ന് പറയും. ചിലർ പറയുന്ന ഫോട്ടോ മാത്രമേ ഉള്ളൂ, നിങ്ങളില്ല ലിസ്റ്റിൽ. പല ഒരു 3-4 റൗണ്ടെങ്കിലും നമ്മളെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും, നമ്മളെയും ഫോട്ടോയും. എന്നതിന് ശേഷമാണ് ഇതൊക്കെ റെഡിയായി. അപ്പം പിന്നെ ഇവർ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഇവർ പോയി ഇന്നതിന് ശേഷമാണ് ഞങ്ങളോട് ആ നടക്ക് മുമ്പിലായിട്ട് അവിടെ പോയി നിൽക്കാൻ പറഞ്ഞതും. ഇന്നതിന് ശേഷമാണ് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ ഫോട്ടോ കൊടുത്ത സമയത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് എത്ര ഫോട്ടോ വരച്ചു എന്ന് ചോദിച്ചു. അതേപോലെ അദ്ദേഹം ആ ഫോട്ടോ ഡൽഹിയിലേക്ക് കൊണ്ടുപോകുമെന്നും പറഞ്ഞു. എന്നെ തലയിൽ തൊട്ടിങ്ങനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതൊക്കെ കഴിഞ്ഞു, താലികെട്ടൊക്കെ കഴിഞ്ഞു. അദ്ദേഹം പോയപ്പം ഞാൻ നേരെ സുരേഷ് ഗോപി ചേട്ടനെ പോയി കണ്ടു. ശരിക്കും ഞാൻ കരഞ്ഞുപോയി. അത്രയും കാലം, എത്രയോ വർഷത്തിൻ്റെ 2016 തുടങ്ങിയൊരു സംഭവം വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്നൊരു സന്തോഷമുണ്ടല്ലോ, ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗൈസ്. അങ്ങനെ ഇരിക്കെ എന്നോട് പറഞ്ഞു, ഹാളിൽ വന്നിട്ടേ പോവാം കേട്ടോ എന്ന് പറഞ്ഞു. എനിക്കൊരു സമ്മാനം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. റൂമിൽ പോയി. ഞാൻ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഞാൻ ചെരുപ്പ് അയച്ചിട്ടെടുത്തുനിന്ന് അത് അവരാരോ എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ ചെരുപ്പില്ല എനിക്ക് പോകാൻ. പിന്നെ ഒരു ചെരുപ്പൊക്കെ വാങ്ങി അങ്ങനെ ഹാളിൽ പോയി. ഹാളിലേക്ക് പോവുക. അപ്പോൾ സെക്യൂരിറ്റി ചോദിച്ചു, കത്ത് എവിടെയെന്ന് ചോദിച്ചു. ഞാൻ കത്തില്ലേ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അന്നപ്പോഴേക്കും എന്നെ അറിയുന്നൊരു ചേട്ടൻ യോ കയറ്റി വിടുമെന്ന് പറഞ്ഞിട്ട് എന്നെ കയറ്റി വിട്ടു കേട്ടോ. അങ്ങനെയാണ് സ്റ്റേജിൽ ചെന്ന് എനിക്ക് ഒരു സെറ്റ് സാരി സമ്മാനമായിട്ട് തന്നു. വളരെയധികം സന്തോഷമായി. കാരണം ഇപ്പുറത്തെ മകളുടെ വിവാഹമാണ്. എന്നാൽ പോലും മകളുടെ വിവാഹത്തോടെ കൂടെ തന്നെ മറ്റൊരു കുട്ടിക്ക് അവളുടെ ആഗ്രഹവും കൂടി സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മനസ്സ് കാണിക്കാൻ ലോകത്തൊരേ ഒരു മനുഷ്യനെ പറ്റും, അത് ഈ സുരേഷ് ഗോപി ചേട്ടനാണ്. കാരണം എൻ്റെ വാപ്പ ഒരു 3 പെൺകുട്ടികളുടെ ഒരു പിതാവാണ്. 3 വിവാഹം കഴിച്ചിട്ടുണ്ട്. എൻ്റെ വാപ്പയുടെ ടെൻഷൻ എത്രത്തോളാണെന്ന് എനിക്കറിയാം. ഏതൊരു കോടീശ്വരനാണെങ്കിൽ പോലും നമ്മുടെ കുട്ടി മറ്റൊരു വീട്ടിലേക്ക് പോവുകയാണല്ലോ എന്നുള്ള ടെൻഷനും ആദ്യം കൊണ്ടായിരിക്കും ഇവർ വിവാഹം ഉറപ്പിച്ച് അന്ന് തൊട്ടിട്ട് നിൽക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളോട് ഇടപെടാൻ മനസ്സ് കാണിക്കുന്ന ആ മനസ്സാണ് ഏറ്റവും വലുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ടേ പോകാവുള്ളൂ എന്ന്. ഭക്ഷണം കഴിക്കാൻ ഞാൻ പോയി. അതേപോലെ ചോദിച്ചു,
എവിടെ കത്തെവിടെയെന്ന് ചോദിച്ചാൽ പറഞ്ഞു കത്തില്ല, ഇവിടെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു, ഇത് VIPസിനുള്ളതാന്ന് പറഞ്ഞു. ഞാൻ എന്ത് പറയാം, ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ കഴിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് ഇതേപോലെ സുരേഷ് ഗോപി ചേട്ടൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ കണ്ട് അയ്യോ അവളെ കയറ്റി വിട്ടേന്ന് പറഞ്ഞു. അങ്ങനെ കയറ്റി വിട്ട് നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ചു. അങ്ങനെ ആ ഒരാഗ്രഹം അവിടെ സാധിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ കാണുന്നത് വിഷുവിനാണ്. ഇലക്ഷൻ്റെ സമയമായിരുന്നു. ഇലക്ഷൻ്റെ സമയത്ത് ഞാനവിടെ വിഷുവിന് ഒരു പ്രോഗ്രാമുള്ള സ്ഥലത്ത് പോയതായിരുന്നു. അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു കേട്ടോ. എനിക്ക് എൻ്റെ ലൈഫിൽ സുരേഷ് ഗോപി ചേട്ടനെ പരിചയപ്പെട്ടതിന് ശേഷം എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അനുഭവങ്ങൾ ഞാനവിടെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഇലക്ഷന് ജയിച്ചെന്നാണ് വീണ്ടും പിന്നെ പോയി കാണുന്നത്. ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളെ ആഗ്രഹം സാധിപ്പിച്ചു തരാൻ കൂടെ നിന്ന ആളുടെ ആഗ്രഹം സാധിച്ച് കാണുന്ന സമയത്ത് നമ്മളോട് കൂടെ വേണമല്ലോ എന്ന് കരുതിയിട്ട് ആ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ സുരേഷ് ചേട്ടനെ പോയി കണ്ടത്. പിന്നീട് ഞാൻ കാണുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഡബ്ബിങ് സ്ഥലത്തേക്ക്, എറണാകുളം ഡബ്ബിങ് സ്ഥലത്തേക്ക് ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് വീട് വെച്ച് കൊടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ 2 ഓർഡർ എനിക്ക് തരാൻ വേണ്ടിയിട്ട് എന്നെ എറണാകുളം ഡബ്ബിങ് ചെയ്യുന്ന ആ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചു. അങ്ങനെ അവിടുന്ന് കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ കാണുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ RSSൻ്റെ കാര്യാലയത്തിൽ വെച്ചിട്ട് ഈ ഉമ്മാക്കും വാപ്പാക്കും വീട് വെച്ച് കൊടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ 2 ഫോട്ടോ സുരേഷ് ഗോപി ചേട്ടനായിരുന്നു മേടിച്ചത്. ആ 2 ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് RSSൻ്റെ കാര്യാലയത്തിൽ പോയപ്പോഴാണ് പിന്നീട് ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ലൈഫിൽ ഞാനിവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നല്ലൊരു പങ്ക് സുരേഷ് ഗോപി ചേട്ടൻ വഹിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു വലിയൊരു സ്വപ്നം, ചിത്രവര തുടങ്ങിയ അന്ന് തൊട്ടിട്ടുള്ളൊരു സ്വപ്നം സാധിപ്പിച്ച് തന്നതും ഈ സുരേഷ് ഗോപി ചേട്ടനാണ്. അപ്പോൾ ഏട്ടൻ്റെ കൂടെയുള്ള കുറച്ച് മൊമെൻറ്റുകളൂടി ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഉറക്കെ സംസാരിക്കണം, അതുകൊണ്ട് ഞാൻ മെല്ലെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും താങ്ക് യു. അതേപോലെ എന്താ പറയുക, 1000 ജന്മം എന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മളെ കളിയാക്കും. ഒരു 100 ജന്മം ആയുസ്സോടെയും ആരോഗ്യത്തോടെയും നിൽക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ ഏട്ടൻ്റെ അനിയത്തി. ഓക്കെ.